അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചും മാനിച്ചും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതുമായി ബന്ധപ്പെട്ടാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളും അതോടൊപ്പം തന്നെ ഈ ആയത്തിനെ എത്ര ആഴത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത് എന്നതുമാണ് നാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള ആശയമാണ് ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആയത്തുകളെ അതിൻ്റെ യഥാർത്ഥ തലത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ഖുർആനിനനുസരിച്ച് ക്രമീകരിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അതേ ആശയം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇതേ രൂപം തന്നെയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇവിടെ അറബി ഭാഷാപ്രകാരം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഫിഅല്, ഫാഇല്, മഫ്ഊൽ എന്ന രീതിയിലാണ് സാധാരണ ഒരു വാചകം വരാറുള്ളത്. എന്നാൽ ചില സന്ദർഭത്തിൽ മഫ്ഊലിനെ അഥവാ എന്തിലാണോ ക്രിയ നടന്നിട്ടുള്ളത് അതിനെ മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നതിന് പല ലക്ഷ്യങ്ങളും പല പ്രയോജനങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽ ഒരു ലക്ഷ്യമാണ് ഹസ്ർ ചെയ്യാൻ, ക്ലിപ്തപ്പെടുത്താൻ. എന്ന് വെച്ചാൽ ഇവിടെ ഇയ്യാക നഅ്ബുദു, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നിന്നെ മാത്രം എന്നതിന് മറിച്ച് ഇയ്യാക നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ചക്കെടുത്ത് പറഞ്ഞു തരുന്നു. ഹസ്റിനു വേണ്ടിയിട്ടാണ്, ക്ലിപ്തപ്പെടുത്താൻ. ഏതുപോലെ? ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. അപ്പോൾ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നത് എന്ത് ചെയ്തു? ക്ലിപ്തപ്പെടുത്തി. ഇതുപോലെ തന്നെ ഇബാദത്തിന്, ആരാധനക്ക് അർഹൻ, ഞങ്ങൾ ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം എന്ന് ക്ലിപ്തപ്പെടുത്തി. ഞങ്ങൾ സഹായം തേടുക അള്ളാഹുവിനോട് മാത്രം എന്ന് ക്ലിപ്തപ്പെടുത്തി. ഇതാണ് ഇതിൽ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ 3 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 4 ഗുണവിശേഷണങ്ങൾ അതിലുണ്ട്. ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണങ്ങളാണ് അതിൽ പറഞ്ഞത്. റബ്ബുൽ ആലം, ലോകത്തിൻ്റെ രക്ഷിതാവാണ് അള്ളാഹു. അർ റഹ്മാനാൻ, പരമകാരുണികനാൻ. അർ റഹീമാൻ, കരുണാവാരിധിയാൻ. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. ഈ 4 ഗുണങ്ങൾ ലോക സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച ഒരാൾക്ക് ഈ ഗുണങ്ങളെല്ലാം ഉള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ലോകത്തിൻ്റെ റബ്ബായ അള്ളാഹു, കാരുണ്യവാനായ അള്ളാഹു, കരുണാനിധിയായ അള്ളാഹു, അതേപോലെ തന്നെ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു, ഈ അള്ളാഹുവിനാകുന്നു സ്തുതികൾ അഖിലവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്
പ്രാർത്ഥിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ അവൻ്റെ തൊട്ട് മുന്നിലായി, അവൻ്റെ സമീപത്തായി തന്നോട് റബ്ബ് സംസാരിക്കുന്നത് പോലെ അവനൊരു പ്രതീതി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള റബ്ബിനോട്, തൻ്റെ മുന്നിലുള്ള റബ്ബിനോട് അവൻ ചോദിക്കുകയാണ്, അവൻ പറയുകയാണ്, നിന്നെ മാത്രമേ അള്ളാഹുവെ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ അള്ളാഹുവെ ഞാൻ സഹായം തേടുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ആ ആയത്തിനെ ഒന്ന് പഠിച്ചാൽ ഭയങ്കരമായ ഒരു സമാധാനം, ഒരു ഭയങ്കരമായ ഒരു ആത്മനിർവൃതി കൈക്കൊള്ളാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായി ഈ വിശദീകരണത്തെ ഉൾക്കൊള്ളണം. ഇവിടെ ലോകത്തിൻ്റെ റബ്ബായ അള്ളാഹു, അതേപോലെ മാലിക്കായ അള്ളാഹു, റഹ്മാനായ അള്ളാഹു, ഇങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു എൻ്റെ ഇസ്തിആനത്ത്, എൻ്റെ ഇബാദത്ത്. ഈ പ്രഖ്യാപനമാണ് ഈ ആയത്ത് നടത്തുന്നത്. ഈ 4 ഗുണങ്ങൾ ആർക്കാണോ ഉള്ളത് ആ അള്ളാഹുവിനാകുന്നു എൻ്റെ ഇബാദത്തും എൻ്റെ ഇസ്തിആനത്തും. അതാണ് നഅ്ബുദു വനസ്തഈൻ എന്നുള്ളത്. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ഇനി എന്താണ് നഅ്ബുദു എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് എന്ന മൂലധാതുവിൽ നിന്നാണ് നഅ്ബുദു എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഇബാദത്ത് എന്നതിന് പല അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തിയാൽ ഒരുപാട് അർത്ഥങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അനുസരണം, പുണ്യകർമ്മം, അതുപോലെ തന്നെ കീഴ്പ്പെടൽ, താഴ്മ, അതേപോലെ തന്നെ ഭക്തി അർപ്പിക്കൽ, അതുപോലെ തന്നെ താഴ്മ പ്രകടിപ്പിക്കൽ, പൂജ നടത്തൽ, സേവ ചെയ്യൽ, അതേപോലെ തന്നെ പ്രീതിപ്പെടുത്തൽ, വണക്കം ചെയ്യൽ, അതേപോലെ തന്നെ ആരാധന. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ, അല്ലെ, ഒരുപാട് അർത്ഥങ്ങൾ ഇബാദത്ത് എന്നതിന് സാധാരണ പറഞ്ഞു വരാറുണ്ട്. എന്നാൽ ഇതൊക്കെ ഭാഷാപരമായി പറയുന്നതാണ്. ശർഇന്റെ ഭാഷയിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദത്തിന് ഭാഷാപരമായും ശർഇയായും വിശദീകരണങ്ങൾ ഉണ്ടാകും. അതിൽ ഭാഷാപരമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്. അനുസരണം, പൂജ, സേവ, താഴ്മ കാണിക്കൽ, അതേപോലെ വിനയം പ്രകടിപ്പിക്കൽ, അതേപോലെ തന്നെ അങ്ങേയറ്റം താഴ്മ പ്രകടിപ്പിക്കൽ, ഭക്തി പ്രകടിപ്പിക്കൽ, അതേപോലെ തന്നെ ആരാധന നടത്തൽ. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഭാഷാപരമായി അതിന് കാണാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശർഇയായി, മതപരമായി എന്താണ് ഇതിനർത്ഥം വെക്കുന്നത്? അതിന് നമുക്ക് മലയാളത്തിൽ ഒരൊറ്റ വാക്ക് കാണുക സാധ്യമല്ല. ഭാഷാപരമായി ഇബാദത്ത് എന്നതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും മലയാളത്തിൽ ശർഇയായി അതിന് ഒറ്റ വാക്ക്, സാങ്കേതികാർത്ഥത്തിൽ അതിന് മലയാളത്തിൽ ഒരു വാക്ക് കാണുക സാധ്യമല്ല. എന്നാൽ അല്പമൊക്കെ അതിനോട് കൂടുതലായി യോജിച്ചു വരുന്ന ഒരു വാക്ക് എന്നുള്ള നിലക്കാണ് ഇബാദത്തിന് ആരാധന എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അതല്ലാതെ ഇബാദത്ത് എന്നതിന് പൂർണ്ണമായ അർത്ഥം ആരാധന എന്ന പ്രയോഗത്തിലൂടെ കിട്ടുന്നില്ല. ഇബാദത്ത് എന്നതിന് കൃത്യമായി പറഞ്ഞാൽ അഖ്സ ഗായത്തു തദല്ലുലി വൽ ഖുശൂ', അങ്ങേയറ്റത്തെ താഴ്മയും ബഹുമാനവും ഭക്തിയും ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയാം. അഖ്സ ഗായത്തു തദല്ലുലി വൽ ഖുശൂ', അങ്ങേയറ്റത്തെ താഴ്മ, ബഹുമാനം, ഭക്തി, ആദരവ്, ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയാം. ഇതാണ് പൂർവികന്മാരായ പണ്ഡിതന്മാർ, ഈ വിശദീകരണമാണ് നൽകപ്പെട്ട് വരുന്നതും. നോക്കൂ നിങ്ങൾ, ഇവിടെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല ഇബാദത്തിന്റെ ഭാഷാപരമായും അതേപോലെ തന്നെ മതപരമായുള്ള വിശദീകരണം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. ഭാഷാപരമായും മതപരവുമായ ഇബാദത്ത് എന്ന പദത്തിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മുഫസ്സിറാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഇതിന് പറയുന്നുണ്ട്. അതിന്റെ പരിഭാഷ അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താ പറയുന്നത്? ഭാഷയിൽ ഇബാദത്ത് എന്നാൽ നിന്യതയിൽ അഥവാ താഴ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു മനുഷ്യന്റെ അങ്ങേയറ്റത്ത് താഴ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യത്തിനാണ് ഇബാദത്ത് എന്ന് ഭാഷയിൽ പറയുക. അതുകൊണ്ടാണ് അറബികൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് മുഅദ്ദബായ വഴി, ത്വരീഖുൻ മുഅദ്ദബുൻ, മുഅദ്ദബായ വഴി, അതേപോലെ തന്നെ
മുഅദ്ദബായ ഒട്ടകം എന്ന് വെച്ചാൽ ഉപയോഗിച്ച് പാകപ്പെട്ട, എല്ലാ നിലക്കും ഉപയോഗിച്ച് പാകപ്പെട്ട ഒട്ടകം, വഴി എന്നതിനൊക്കെയാണ് മുഅദ്ദബായ വഴി, മുഅദ്ദബായ അതേപോലെ തന്നെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ഭാഷാപരമായ ചർച്ചയാണ്. എന്നാൽ ശർഈയായ അർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പൂർണ്ണതയെ, ഒരു മനുഷ്യന്റെ സ്നേഹം, ഭക്തി, ഭയം ഇതിൻ്റെയൊക്കെ പൂർണ്ണത ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രയോഗത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ ഭക്തിയുടെയും ഭയത്തിൻ്റെയും എല്ലാം പൂർണ്ണതയെ ഒരുമിച്ച് കൂട്ടുന്ന, ഒത്തിണക്കുന്ന ഒരു കാര്യത്തിനാണ് ഇബാദത്ത് എന്ന് ശർഈയായി പറയാം. അങ്ങേയറ്റ താഴ്മയിൽ നിന്ന്, വിനയത്തിൽ നിന്ന് മാത്രമുണ്ടാകുന്ന ഒന്നല്ല. സ്നേഹവും ഭക്തിയും അതിലുണ്ടാകും. സ്നേഹവും അതേപോലെ തന്നെ ഭക്തിയും ഭയവും അതിലുണ്ടാകുമ്പോഴാണ് അത് ഇബാദത്തായി മാറുന്നത്. ഇങ്ങനെയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇബാദത്ത് എന്നതിന് ഭാഷാപരമായും മതപരമായും രീതിയിൽ അദ്ദേഹം അർത്ഥം കൊടുത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്നുള്ളത് ഒരു അദൃശ്യമായ ഒരു കഴിവിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹം, ഭയം, താഴ്മ, ഇതാണ് ഇബാദത്തിന് പറഞ്ഞു വരുന്ന ഒന്ന്. ഒരു അദൃശ്യമായ കഴിവ് ഒരാളിൽ കണക്കാക്കുന്നു. അങ്ങനെ ആ കഴിവിലൂടെ, ആ അദൃശ്യമായ കഴിവിലുള്ള വിശ്വാസം, നമുക്കുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന ഭയവും സ്നേഹവുമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ആ താഴ്മയാണ് ഇബാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കപ്പെടുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തുണ്ടോ അതിനോട് അദൃശ്യമായ നിലക്കുള്ള ഒരു ഭയവും ഭക്തിയും സ്നേഹവും വെക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവർ അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ശിർക്കുമാണ്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആരാധിക്കപ്പെടുന്ന എന്താവട്ടെ അതിന് ആ ആരാധിക്കപ്പെടുന്ന ആളുടെ ഇഷ്ടവും തൃപ്തിയും ഉണ്ടായാലേ ഇബാദത്താവൂ എന്ന് പറയാൻ പറ്റില്ല. അഥവാ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധിക്കപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടം അതേപോലെ തന്നെ തൃപ്തി ഉണ്ടെങ്കിലേ ഈ ചെയ്യുന്ന കാര്യം ഇബാദത്താവൂ എന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പൊ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഈസാ നബി ആരാധിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴും ഈസാ നബിയെ ആരാധിക്കുമ്പോഴും ഇത് ഈസാ നബിക്ക് ഇഷ്ടമുള്ള ഒന്നല്ലല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രബോധനത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ശക്തമായ, അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് ഇത് നിഷേധിക്കും എന്ന് ഖുർആൻ പറയുന്നില്ലേ? നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ ആരാധനയോട് ഇഷ്ടവും സ്നേഹവും തൃപ്തിയും ഉണ്ടാവണം എന്ന് ഇബാദത്താവാൻ നിബന്ധനയില്ല. മറിച്ച് എന്ത് ആരാധനയാണോ നടത്തുന്നത് ആ വ്യക്തികൾക്ക് ആരാധിക്കപ്പെടുന്ന വ്യക്തിയോട് പ്രത്യേകമായ അദൃശ്യമായ രീതിയിലുള്ള ഒരു സ്നേഹം, ബഹുമാനം, ഭക്തി ഇതൊക്കെ ഉണ്ടാവുന്നു. അതിലൂടെ അതെന്താവുന്നു? ഇബാദത്തായി മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തു ബഖറയുടെ 165 ചില ആളുകൾ, വമിനന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ, മൈ യത്തഖിദു സ്വീകരിച്ചിരിക്കുന്നു. ആരെ സ്വീകരിച്ചിരിക്കുന്നു? മിൻ ദൂനില്ലാഹ് അള്ളാഹുവിന് പുറമെ, അന്ദാദൻ ചില ശക്തികളെ, അള്ളാഹുവിന് പുറമെ ചില ആളുകളെ എന്ത് ചെയ്യുന്നു? ആരാധ്യന്മാരായി ചില ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ടോ യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെയും ഇഷ്ടപ്പെടുന്നു. അതാണ് അദൃശ്യമായ നിലക്കുള്ള ഒരു താഴ്മയോടെയും ബഹുമാനത്തോടെയും ഭക്തിയോടെയും ഒക്കെയുള്ള ഒരു ഇഷ്ടം. അതെന്ത് ചെയ്യുന്നു? ഇവരുടെ ആരാധ്യന്മാരോട് കാട്ടുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മാത്രമല്ല, മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിപ്പിച്ചിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയാറില്ലേ, കുരുത്തക്കേട് കിട്ടുന്ന. അതുപോലെ പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിപ്പിച്ചിരുന്നു, ഭയപ്പെടുത്തിയിരുന്നു. സൂറത്തു സുമറിന്റെ 36 വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് നിന്നെ അവർ ഭയപ്പെടുത്താൻ നോക്കുന്നു. നോക്കൂ നിങ്ങൾ. ഇതിലെന്താ പറയുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തുമ്പോൾ ആ പ്രബോധനത്തിനെതിരായി ഇവർ പറയാണ്, ഇന്ന ആലിഹത്തിനെ കുറ്റം പറഞ്ഞാൽ അത് മുഹമ്മദെ നിനക്ക് പല രൂപത്തിൽ ബാധിക്കും,
അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീതിപ്പെടുത്താൻ, അദൃശ്യമായ നിലക്കുള്ള ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഖൗഫും ഹുബ്ബും ഒക്കെ എന്ത് ചെയ്തിരുന്നു? മക്കയിലെ മുശ്രിക്കുകൾ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇബാദത്തിന് ത്വാഅത്ത് എന്ന് അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അനുസരണമെന്ന്. ഇന്ന് ഇതിൽ പല ദുർവ്യാഖ്യാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പല ആളുകളും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടുതലായി ഈ വിഷയം കൃത്യമായി നിങ്ങൾ അമാനി തഫ്സീർ ഒന്ന് കൃത്യമായി വായിക്കണം. അൽഹംദുലില്ലാ, അതിൽ നമുക്ക് ധാരാളം കാഴ്ചപ്പാട്, ഒരുപാട് വിജ്ഞാനങ്ങൾ കിട്ടുന്ന ചർച്ച തന്നെ അതിൽ മഹാനായ അമാനി മൗലവി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഇവിടെ നമുക്ക് വിശദീകരിക്കുക എന്നത് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഴിയില്ല. ഇബാദത്തിന് ത്വാഅത്ത്, അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളവർ അങ്ങനെ അർത്ഥം പറയാനുള്ള കാരണം അത് തതവ്വുഅ് എന്ന അർത്ഥത്തിലാണ്. അഥവാ ഒരു പുണ്യകർമ്മം, അതല്ലാതെ ഒരാളെ അനുസരിക്കുക എന്ന നിലക്കുള്ള ത്വാഅത്തല്ല. ഒരു പുണ്യകർമ്മം എന്ന നിലക്കാണ് ത്വാഅത്ത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതാണ് ഇബാദത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇസ്തിആനത്ത്. ഇസ്തിആനത്ത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിലാണ് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് ചെയ്യുന്നത് എന്നവിടെ ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ സഹായം തേടുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഏത് കാര്യത്തിൽ, ഏത് വിഷയത്തിലാണ് നമ്മൾ സഹായം തേടുന്നത് എന്നവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, സഹായം എന്തിനൊക്കെ ആവശ്യമാണോ അതിലെല്ലാം നമ്മൾ റബ്ബിനോട് സഹായം ചോദിക്കുന്നു. എന്തിനൊക്കെ സഹായം വേണോ അതിലെല്ലാം നമ്മൾ സഹായം ചോദിക്കുന്നത് റബ്ബിനോട് മാത്രം. അതിലേറ്റവും പ്രധാനമായ വിഷയം ആരാധനാ കാര്യമാണ്. ആരാധനാ കാര്യം ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല ശേഷിയോടെ, തോക്കത്തോടെ, ആഫിയത്തോടെ, ഏറ്റവും പ്രമാണബദ്ധമായ രീതിയിൽ, നല്ല രൂപത്തിൽ, റബ്ബിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹുവെ നിന്നോട് ഞാൻ സഹായം തേടുന്നു. അതാണ് നസ്തഈൻ എന്നതിൽ എല്ലാ സഹായവും വരും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന സഹായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്തിന്റെ, ആരാധനയുടെ വിഷയത്തിലുള്ള സഹായമാണ് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കുമ്പോൾ ഏത് വിഷയത്തിൽ നമുക്ക് അള്ളാഹിനോട് സഹായം ചോദിക്കണം? ഐഹികമായ, പാരത്രികമായ, അതേപോലെ തന്നെ മതപരമായ, ലൗകികമായ എല്ലാ മേഖലകളിലും, ഭൗതികമായ എല്ലാ വിഷയത്തിലും നമുക്ക് അള്ളാഹിനോട് തന്നെ സഹായം തേടാനുള്ളത്. ഏത് കാര്യത്തിലും അള്ളാഹുവിനോട് നമുക്ക് സഹായം തേടുക എന്നത് അനിവാര്യമാണ്. അപ്പൊ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്ന ചില കാര്യത്തിൽ പോലും അള്ളാഹുവിനോട് നമുക്ക് സഹായം തേടാനുള്ളത്. ഉദാഹരണം പറയാം, ഒരാൾക്ക് എഴുതാൻ കഴിയും, അയാൾക്ക് പേനയുണ്ട് കയ്യിൽ, പേപ്പറുണ്ട്, മഷിയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വരണം, അല്ലേ? അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അതിൽ പതിയണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് അതിനുള്ള ഓർമ്മശക്തി കൊടുക്കണം. അദ്ദേഹത്തിന് ശാരീരികമായ അതിനുള്ള കഴിവ് കൊടുക്കണം. കയ്യിന് വേദനയുണ്ടായാൽ പ്രശ്നം പറ്റി, കൈ വിറയിൽ വന്നാൽ പ്രശ്നം പറ്റിയില്ലേ? ഓർമ്മ നഷ്ടപ്പെട്ടു പോയാൽ കഴിയോ? അപ്പോൾ ഒരു പേപ്പറും പേനയും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു എഴുത്തുകാരന് എഴുതാൻ കഴിയുന്നില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അദ്ദേഹത്തിന് അതിനുള്ള കഴിവ് കൊടുക്കുന്നു, സഹായം കൊടുക്കണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ നമുക്ക് കഴിയും എന്ന് തോന്നുന്ന വിഷയത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് അനിവാര്യമായി വരുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞതിലെ ഇസ്തിആനത്ത്, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലെ ഇസ്തിആനത്ത് അമാനി മൗലവി റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ പറഞ്ഞതിലെ ഇസ്തിആനത്ത് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാന്നാണ്. അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ ഇസ്തിആനത്ത് എന്നത്, ആ ഇസ്തിആനത്ത് സൃഷ്ടികളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന ഒന്നല്ല. സൃഷ്ടികളിൽ നിന്ന് കിട്ടുന്നതുണ്ട്, അത് വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ പറഞ്ഞത് അത് അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുകയുള്ളൂ. ഇതിൽ പറഞ്ഞ ഇസ്തിആനത്ത് വേറൊരാളോട് നമുക്ക് പാടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അമാനി മൗലവി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അദൃശ്യമായ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അദൃശ്യമായ കഴിവുമായി ബന്ധപ്പെട്ട എന്തു കാര്യവും നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. കാരണം അതിന് അർഹൻ അള്ളയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, വലാ തദ്ഉ മഅല്ലാഹി ഇലാ അഹദ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെ കൂടെ മറ്റൊരാളെയും ആരാധിക്കരുത്, വിളിച്ചു തേടരുത്. അങ്ങനെ നിങ്ങൾ വിളിച്ചു തേടിയാൽ അത് വമ്പൻ ശിർക്കാണ്. കാരണം അദൃശ്യമായ നിലക്ക് നമ്മെ സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അദൃശ്യമായ നിലക്കുള്ള സഹായത്തേട്ടങ്ങൾ നടത്താൻ പാടുകയുള്ളൂ. ഇപ്പം മക്കളെ വേണം, അത് അള്ളാഹുവിന് മാത്രം തരാൻ കഴിയുള്ളൂ,
അല്ലേ? അതേപോലെ തന്നെ രോഗം മാറ്റാൻ ആർക്കാ കഴിയുക? അള്ളാഹുവിനെ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അദൃശ്യമായ നിലക്കുള്ള സഹായചേട്ടങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ നടത്താൻ പാടുകയുള്ളൂ. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ലേ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, കുറച്ച് വാക്കുകൾ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്താ പറഞ്ഞു കൊടുത്തത്? ഇഹ്ഫളില്ലാഹി യഹ്ഫളുക്, നീ അള്ളാഹുവിനെ കാത്താൽ അള്ളാഹ് നിന്നെ കാക്കും. നീ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരിച്ച് ജീവിച്ചാൽ നീ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കണ്ടെത്താൻ കഴിയും. ഇത് സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക്. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം തേട്. എത്ര വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മറ്റുള്ളവരോട് സഹായം തേടാനും അതിനുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊരിക്കലും നല്ലതല്ല, അത് ശിർക്കായ പ്രവർത്തനങ്ങളാണ്. എന്നാൽ സൃഷ്ടികളോട്, മനുഷ്യരോട് തീരെ സഹായം ചോദിക്കാൻ പറ്റില്ല എന്നല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ തഖ്വയുടെയും സൂക്ഷ്മതയുടെയും അതേപോലെ തന്നെ നന്മയുടെയും വിഷയത്തിൽ പരസ്പരം എന്ത് ചെയ്യണം? സഹായിക്കണം, അന്യോന്യം എന്നുള്ളതാണ്. അഥവാ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽ അതേപോലെ തന്നെ നല്ലതുമായ കാര്യങ്ങളിൽ നമുക്ക് മനുഷ്യന്മാരോട് ചോദിക്കാം, കുഴപ്പമില്ല. ഇത് തെറ്റല്ല എന്ന് മാത്രമല്ല, ഇത് ചില സമയത്ത് നമുക്ക് നിർബന്ധമായി മാറും, ചിലപ്പോൾ അനിവാര്യമായി മാറും, അതേപോലെ തന്നെ അത്യാവശ്യമായി മാറും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ മനുഷ്യരോട് തീരെ സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല. പക്ഷേ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിൽ പറഞ്ഞ ഇസ്തിആനത്ത് അത് ഒരാളോടും ഇല്ല. അത് നേരത്തെ പറഞ്ഞു മാനി മൗലവി റഹിമഹുല്ല, അവിടുത്തെ ഇസ്തിആനത്ത് അത് അള്ളാഹുവിനോട് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ മനുഷ്യന് നൽകപ്പെട്ട കഴിവിലുള്ള കാര്യങ്ങൾ ചോദിക്കാം എന്നല്ല, അത് തെറ്റല്ല എന്ന് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് അത് അനിവാര്യമായി തീരും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായിട്ട് അമാനി മൗലവി റഹിമഹുല്ല തെളിവ് കൊണ്ടുവരുന്നുണ്ട്. ദുൽഖർനൈൻ അലൈഹിസ്സലാം, അദ്ദേഹം യഅജൂജ് മഅജൂജിനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ അദ്ദേഹം സദ് കെട്ടി, അണക്കെട്ട് കെട്ടി. നമുക്കറിയാവുന്ന ചരിത്രമാണ്, സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതിൽ അദ്ദേഹം ആ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫഅഇനുനി ബിഖുവ്വത്തിൻ, നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തിനു സഹായിക്കണം? കുറെ കല്ലുകൾ കൊണ്ടുവരാൻ, കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ, അല്ലേ? അപ്പോൾ ആത്തൂനി സുബ്രൽ ഹദീദ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ? ഇരുമ്പ് കൊണ്ടുവരണം, അങ്ങനെയുള്ള ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു മാനുഷികമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങളാണ്. അത് വേണം, അത് നടത്താം, അതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ, ഒന്നുകൂടെ അടിവരയിട്ട് പഠിക്കുക, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യ കാര്യങ്ങളിൽ അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ സഹായം തേടാൻ പാടുള്ളൂ, വേറൊരാളോടും ഇല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചുരുക്കി. ഇസ്തിആനത്തും ഇബാദത്തും ഒക്കെ ഒരുപാട്, ഒരു 2-3 മണിക്കൂറുകൾ ചിലപ്പോൾ വിശദീകരിച്ച് തീരില്ല. അത് ഓരോ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അമാനി തഫ്സീർ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ വായിച്ചിരിക്കണം, മനസ്സിരുത്തി ഒരുപാട് തവണ വായിക്കണം. അപ്പോഴേ നമുക്കത് ബോധ്യപ്പെടുള്ളൂ. ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് കാഴ്ചപ്പാട് കിട്ടും. സഹോദരങ്ങളെ, അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ സൂറത്തിൽ നമ്മൾ നോക്കും, നഅ്ബുദു നസ്തഈൻ, അതേപോലെ തന്നെ ഇഹ്ദിന, ഞങ്ങളെ വഴി നടത്തണേ, അതേപോലെ തന്നെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾ സഹായം തരും, ഒക്കെ ഞങ്ങൾ എന്നാണ്. ഈ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഓതുകയാണെങ്കിലും ഞങ്ങൾ എന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന്, അതിൻ്റെ ഒരു ധ്വനി എന്താണ് എന്ന് അമാനി മൗലവി റഹിമഹുല്ല തഫ്സീറിൽ പറയുന്നുണ്ട്. അഥവാ മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരു ഞങ്ങൾ എന്ന മനോഭാവമാണ് വേണ്ടത്. ഞാൻ എന്ന മനോഭാവത്തിനപ്പുറത്ത് ഞങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മളൊക്കെ സഹോദരങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കണം. അപ്പം ഒരു ഒരുമ, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കെട്ടിടത്തിലെ ഇഷ്ടികകൾ പോലെയാണ്, പരസ്പരം സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഒക്കെ നടക്കേണ്ടവരാണ് നമ്മൾ, അങ്ങനെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഐക്യമുള്ള ഉമ്മത്തായി മാറണം എന്നുകൂടെ ഫാത്തിഹ പഠിപ്പിച്ചു തരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ സഹായവും തേട്ടവും അള്ളാഹുവിനോട്. എന്നാൽ പ്രധാനമായുമുള്ള സഹായ തേട്ടം ആരോടാണ്? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അഥവാ എന്ത് സഹായമാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രധാനമായി തേടുന്നത്? എന്ത് സഹായവും നമ്മൾ ചോദിക്കാനുള്ളത് അള്ളാഹിനോട് തന്നെ. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ ഇവിടെ ലക്ഷ്യമിടുന്ന സഹായം ഏതാണ് എന്നതാണ് ഇൻഷാ അള്ളാഹ് അടുത്ത ആയത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അള്ളാഹ് അടുത്ത ആയത്ത് എന്താണ് പറയുന്നത് എന്നത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം.
ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഇബാദത്ത്, ഇസ്തിആനത്ത്, അതേപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ആയത്തിൽ വിശദീകരണവുമായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ഖുർആനിൻ്റെ ആശയത്തെ കൃത്യമായി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.